രാജേഷ് പൈലറ്റിന്റെ മകനായ സച്ചിൻ പൈലറ്റിനെ അശോക് ഗെഹ്ലോട്ട് നിരവധി തവണ അദ്ദേഹത്തെ വഞ്ചകനെന്നും അദ്ദേഹത്തെ കുലംകുത്തി എന്നും ഒക്കെ അഭിസംബോധന ചെയ്ത് വിളിച്ചു. ആത്മസംയമനം ഒന്നുകൊണ്ട് മാത്രമാണ് സച്ചിൻ പൈലറ്റ് ഇപ്പോഴും കോൺഗ്രസ് വിടാതെ ശക്തമായി മുന്നിൽ നിൽക്കുന്നത്. BJP വല വീശി പിടിച്ചിട്ടും സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാനിൽ BJPക്ക് ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോരായ്മയായാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അതായത് കൊതിക്കറിവ് പറയുന്ന പോലെ സച്ചിൻ പൈലറ്റിനെ പോലെ ഏറ്റവും മികച്ച രീതിയിൽ സംഘടനാ ബലം അറിയുന്ന, അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന യുവതി യുവാക്കന്മാരെ നല്ല രീതിയിൽ ആകർഷിച്ച് പ്രസ്ഥാനത്തോടൊപ്പം ചേർക്കാൻ കഴിയുന്ന ഒരു യുവ നേതാവാണ് സച്ചിൻ പൈലറ്റ്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ അവിടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നപ്പോൾ 21 സീറ്റുകൾ 2013 ലഭിച്ചതിൽ നിന്നും അതിന്റെ 4 ഇരട്ടിയിലധികം സീറ്റുമായി അധികാരം ഏറ്റെടുത്ത സമയത്ത് ജനങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. സച്ചിൻ പൈലറ്റിനെ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കും എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് വോട്ട് കൊടുത്ത് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോഴും ആട്ടും തോലിട്ട ചെന്നായെ പോലെ നാണവും മാനവും ഇല്ലാതെ അശോക് ഗെഹ്ലോട്ട് കടൽ കിഴവനെ പോലെ, ആർത്തി ഭണ്ഡാരത്തെ പോലെ അവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അവിടെ വലിയ തോതിലുള്ള ഒരു പടക്കളം തന്നെ തയ്യാറാക്കി. സച്ചിൻ പൈലറ്റിനെ വീഴ്ത്താൻ ഒരു പത്മവ്യൂഹം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും സച്ചിൻ പൈലറ്റ് യാതൊരു രീതിയിലുള്ള പ്രതികൂല തീരുമാനവും എടുത്ത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കിയില്ല. ഇപ്പോൾ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് സുവർണ അവസരമാണ്. ക്ഷമയോടെ അദ്ദേഹം കാത്തിരിക്കുകയാണ്. എന്നാൽ BJPയുടെ നേതൃത്വമാകട്ടെ, സംഘപരിവാറിന്റെ നേതൃത്വമാകട്ടെ, ഇപ്പോൾ പറ്റിയിരിക്കുന്ന എന്താണ്? ജ്യോതിരാദിത്യ സിന്ധ്യ ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയൊക്കെ തന്നെ. പക്ഷെ അദ്ദേഹത്തിന് കുറച്ചു നാൾ കൂടി കഴിയുമ്പോൾ ചവറ്റുകുട്ടയിലേക്ക് BJP നേതൃത്വം എടുത്ത് കളയും. കാരണം അവർക്ക് യഥാർത്ഥ RSSകാരെയാണ് താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹം. പക്ഷേ കൃത്യമായി രാജേഷ് പൈലറ്റിന്റെ മകന് തോന്നിയ വിവേകബോധമൊന്നും മാധവറാവു സിന്ധ്യയുടെ മകന് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാധവറാവു സിന്ധ്യയുടെ മകനായ ജ്യോതിരാദിത്യ സിന്ധ്യയെ രാജാവിന്റെ മകനെന്നും രാജകുടുംബാംഗമെന്നും ഒക്കെ പറഞ്ഞ് കമൽനാഥ് അപഹർഷതാബോധം സ്വയം മനസ്സിൽ കയറി പരിഹസിച്ച നാളുകൾ നമുക്കറിയാം. ഒരു രാജാവും കുറെ ഭൃത്യന്മാരും കൂടെ ചേർന്ന് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് അവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. മധ്യപ്രദേശിൽ 2018 കോൺഗ്രസ് ആധിപത്യം നേടിയെടുത്തതിന്റെ പ്രധാന കാരണം അവിടെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മനോഭാവം തന്നെയായിരുന്നു. അവിടെയാണ് കമൽനാഥ് വെടിപൊട്ടിച്ച അധികാരം ഏറ്റെടുത്തത്. പക്ഷെ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.